ഹലോ, നമസ്കാരം. ലേഖ അംബുജാക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്ത് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് കണ്ണിന് നല്ല കാഴ്ച കുറവുണ്ട്. അപ്പം ദൈവദിനം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്യുമ്പം എൻ്റെ ഇപ്പോഴത്തെ കണ്ണടകൾ എൻ്റെ കണ്ണടയിൽ എനിക്ക് കാണുന്നേ ഇല്ല. അങ്ങനെ കണ്ണട മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പയ്യന്നൂര്. എന്താ പറയാ, എല്ലാം ശുഭമായി പര്യവസാനിക്കട്ടെ അല്ലേ. ഭയങ്കര ലൂസ് മോഷൻ ആയിരുന്നു. അങ്ങനെ ലിത പാലക്കിന്റെ അടുത്ത് വന്നിട്ട് മോർഫിൻ വാങ്ങി. മോർഫിൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഭക്ഷണത്തോട് വിരക്തി. എല്ലാം ശരിയാവുമായിരിക്കും. നേരത്തെ ഒരു ഇഞ്ചക്ഷൻ്റെ എല്ലാം ആവാം ചിലപ്പോ അല്ലെ. അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഞാനൊരു ക്യാൻസർ ഫൈറ്ററാണ്, 4th സ്റ്റേജ്. എനിക്ക് ജീവിക്കാൻ, എനിക്ക് പുറത്തു പോയിട്ട് അങ്ങനെ ഭയങ്കര പണിയൊന്നും എടുത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും ഞാൻ ചെയ്യും. ഇപ്പം മാർച്ച് ഏപ്രിലൊക്കെ ബമ്പുവേട്ടന് ആഡ് വരുമ്പോൾ ഞാൻ പോകും. എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം എനിക്കിപ്പോൾ ഒരു കൊളാബ് വന്നിട്ട് കിടക്കുന്നൊരു ഒരു മാസത്തോളം, ഒരു മാസമായി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പം ഇന്നലെ അവരെ കുഡ് യു പ്ലീസ് എന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റി, ഇന്ന് ചെയ്യും. ഈ വേഷത്തിൽ ചെയ്യാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല, കുറച്ച് ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടതേ ഉള്ളൂ, പൗഡർ ഇട്ടിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ മതി ലേഖേച്ചി, ഇതാ നല്ലതെന്ന്. പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ. ഒരു കലയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ. നല്ല ഭംഗിയായിട്ട്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ ഇത്രയും ലിപ്സ്റ്റിക് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ BMHന്റെ ഓപ്പോസിറ്റ്, ലൈറ്റിന് ഓപ്പോസിറ്റ് നിന്നിട്ടാണ് നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഒക്കെ ഡാർക്കായി മാറിയത്. വേണ്ടത് അത്രയും ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ. കാരണം നിങ്ങൾ അത്രമാത്രം എന്നെ ശ്രദ്ധിക്കുകയും എന്നെക്കുറിച്ച് വേവലാതിപ്പെടുകയും ചെയ്യുന്നവർക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ലിതയെ ഞാൻ കാണാൻ പോയില്ല. ലിത എൻ്റെ വണ്ടിക്കരികിലേക്ക് വന്നിട്ട് അവക്കും സുഖമില്ല, പനിയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനി വന്ന് തളർന്ന് കിടക്കുമെന്നല്ലേ ചേച്ചി, എന്ത് ചെയ്യാൻ പറ്റും. എഴുന്നേക്കാനേ പറ്റിയിട്ടില്ല, ശബ്ദം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നൊരിക്കൽ നിങ്ങൾക്ക് ലിതയൊക്കെ പരിചയപ്പെടുത്താം. ഏതായാലും പുതിയ യൂട്യൂബ് ചാനലല്ലേ, അപ്പം പിന്നൊരിക്കൽ ഞാൻ ലിതയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. പയ്യന്നൂർ പാലിയേറ്റീവില് വർക്ക് ചെയ്യുന്നതാണ്, സ്റ്റാഫാണ്, അവിടുത്തെ നേഴ്സ് സ്റ്റാഫാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാളെ പറ്റിയാലൊന്ന് മൂകാംബികയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റട്ടെ. മൂകാംബിക അമ്മ ഞങ്ങളെ മാടി വിളിക്കുന്ന പോലെ തോന്നുന്നു. അപ്പം ഇതാണ് ഇപ്പോഴത്തെ വിശേഷം. പയ്യന്നൂർ വന്നിട്ടുള്ളത്. നാളെ എന്തായാലും ചെയ്തു തരാൻ പറ്റില്ല പറഞ്ഞു, 2 ദിവസം കഴിയണം എന്ന് പറഞ്ഞു എൻ്റെ ക്ലാസ്സിന്. അപ്പോൾ എഴുതണം.